ക്രിസ്ത്യാനികൾ എന്ന പേര് ആദ്യമായി ലഭിച്ചത് ശിഷ്യന്മാർക്കാണ്. എന്നാൽ ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒരു മതവിഭാഗത്തെയാണ്. അതുപോലെ ദൈവസഭ അല്ലെങ്കിൽ ചർച്ച് എന്ന് പറയുന്നത് വീണ്ടും ജനിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിച്ച ദൈവമക്കളുടെ കൂട്ടത്തെയാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തോടും അല്ലെ ക്രിസ്തു മൂലക്കല്ലായ ഒരു കെട്ടിടത്തിൻ്റെ ജീവനുള്ള കല്ലുകളോടുമാണ് അതിനെ ഉപമിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് ചർച്ചെന്ന് പറഞ്ഞാൽ അല്ലെ ചർച്ചെന്ന് കേട്ടാൽ ക്രിസ്തു മതക്കാർ ദൈവത്തെ ആരാധിക്കുന്ന അല്ലെ ആരാധിക്കാൻ വേണ്ടി കൂടി വരുന്ന ഒരിടമാണെന്നേ പുറത്തുള്ളവർ മാത്രമല്ല വിശ്വാസികളെന്ന് പറയുന്ന അകത്തുള്ളവർ പോലും കരുതുന്നുണ്ട്. ഉപദേശപരമായ വ്യത്യാസത്തിൻ്റെ പേരിൽ പലതരത്തിലുള്ളതായ ഡിനോമിനേഷനുകൾ അവരവരുടേതായ ചർച്ചും അവർക്കുണ്ട്. ജന്മം കൊണ്ടോ അല്ലാതെയോ അംഗങ്ങളായവർക്കെല്ലാം ഈ സഭയുടെ ഭാഗമായിരിക്കാൻ കഴിയും. എന്നാൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും സഭയുടെ അംഗമായതുകൊണ്ട് അവർ ക്രിസ്തുവിൻ്റെ ശരീരമാം സഭയുടെ ഭാഗമായിക്കൊള്ളണമെന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ യേശു കർത്താവിൻ്റെ കാൽവരി ക്രൂസിലെ യാഗത്തിലൂടെ പാപമോചനം പ്രാപിച്ച് വീണ്ടും ജനിച്ച പുതിയ സൃഷ്ടികളായി തീർന്നവരാണ് യഥാർത്ഥ ദൈവസഭയിലെ അംഗങ്ങൾ. എന്നെ കേൾക്കുന്നവർ ക്രിസ്തു മാർഗവും ക്രിസ്തു മതവും അതുപോലെ തന്നെ ദൈവസഭയും വിവിധ സഭാ വിഭാഗങ്ങളുടെ തമ്മിലുള്ള വ്യത്യാസവും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുഖവരിയായി ഇത്രയും പറഞ്ഞത്. പല സഭകളിലും നടക്കുന്ന പ്രശ്നങ്ങളും ദുരുപദേശ പ്രവർത്തനങ്ങളും ഒക്കെ കണ്ടിട്ട് ഇതാണോ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയെങ്കിൽ അതിന് സാധ്യത കൂടുതലാണ്. എന്നാൽ ദൈവരാജ്യവും സാത്താന്യ രാജ്യവും തമ്മിലുള്ള പോരാട്ടത്തിൽ നിന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് നിങ്ങൾ അറിയാതെ പോകരുത്. പീലാത്തോസിനോട് യേശു കർത്താവ് പറഞ്ഞ ഐഹികമല്ലാത്ത രാജ്യത്തെയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അതിലെ അംഗങ്ങളാണ് യഥാർത്ഥ ദൈവസഭയിലുള്ളവർ. പുതിയ നിയമത്തിലെ ലേഖനങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അപ്പോസ്തലന്മാരുടെ കാലത്ത് തന്നെ സഭയ്ക്കുള്ളിൽ ഈ സാധാന്യ ശക്തികളുടെ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് ദൈവജനത്തിന്റെ വിരുദ്ധ തെറ്റിച്ച് കളയാൻ ശ്രമിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാലത്ത് ദൈവസഭകൾക്ക് പുറത്തുള്ള പീഡനങ്ങൾ പോലെ തന്നെ അവരുടെ വിശ്വാസ ജീവിതത്തെയും പ്രത്യാശയെയും പിടിച്ചു കുലുക്കുന്ന പ്രശ്നങ്ങൾ സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. കൊരിന്ത്യ സഭയെ നമ്മൾ എടുത്തു നോക്കിയാൽ കൃപാവരങ്ങളാൽ സമ്പന്നമായിരുന്ന ഒരു സഭയായിരുന്നെങ്കിലും അവരിൽ അധിക പേരും ജഡികന്മാരായിരുന്നു. ക്രിസ്തുപക്ഷമാകേണ്ടവര് മനുഷ്യരുടെ പക്ഷക്കാരായി ചേരിതിരിഞ്ഞ് പോരടിക്കുന്നത് നമുക്ക് അവിടെ കാണാം. അതവരുടെ ധാർമ്മിക ജീവിതത്തെയും ഭാവി പ്രത്യാശയെയും പോലും ബാധിച്ചു കളഞ്ഞു. അവരിൽ ചിലർ 15-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് വരെ അവർ വിശ്വസിച്ചു. എഫേസ്യരുടെ ആ സഭയിലേക്ക് വന്നാൽ അവരുടെ ഇടയിൽ ആത്മാവിൻ്റെ ഐക്യത തകർക്കാനാണ് പിശാച് ശ്രമിച്ചത്. കിഴവിക്കഥകളും വംശാവലികളും അധാർമികതയുടെ പഴയ സംസ്കാരവുമായി ഇടകലർന്ന ധർമ്മോപദേഷ്ടകന്മാരും പത്യോപദേശത്തിന് പകരം അന്യത ഉപദേശിക്കുന്നവരും സുവിശേഷത്തിനൊപ്പം ന്യായപ്രമാണം കൂടെ വേണമെന്ന് വാദിക്കുന്ന ലീഗലിസ്റ്റുകളും എല്ലാം കൂടിച്ചേർന്ന ഒരു വല്ലാത്ത സാഹചര്യത്തിൽപ്പെട്ട സഭയായി തിമോഥിയോസിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് എഫെസോസ് സഭയെ കാണാൻ സാധിക്കും. ഇനി അങ്ങനെ സഭകളെയൊക്കെ എടുത്തു നോക്കിയാൽ ഓരോന്ന് കാണാൻ ഞാൻ സമയക്കുറവുണ്ട്, അതിലേക്ക് പോകുന്നില്ല. പ്രിയരെ, 1-ാം നൂറ്റാണ്ടിലെ സഭകളുടെ കാര്യം ഇതായിരുന്നുവെങ്കിൽ അന്ത്യകാലം വന്നെത്തിയിരിക്കുന്ന നമ്മുടെ കാര്യം ഇതിനേക്കാൾ ഗുരുതരമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ആഗോള വ്യാപകമായി ദൈവസഭ ഇന്ന് വലിയ പീഡനത്തിലൂടെയോ ഈക്വലായിട്ട് സാംസ്കാരിക വെല്ലുവിളികളിലൂടെയോ ആണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
ബൈബിൾ ഭാഷയിൽ അന്ത്യകാലത്തെ ദുർഘട സമയങ്ങളിൽ കൂടെയാണ് നാം ഓരോരുത്തരും സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. എന്നാൽ നമ്മൾ അതിനേക്കാൾ ശ്രദ്ധിക്കാതെ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കാലത്ത് ദൈവസഭകൾക്കുള്ളിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇസ്രായേൽ മക്കളോട് വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിന്, ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവരെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടോ? പ്രവാചകി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമക്കളെ ഉപദേശിച്ച് തെറ്റിച്ചു കളയുന്ന ഈസബേൽ എന്ന സ്ത്രീയെ അനുവദിക്കുന്ന കാര്യവും ആത്മാവ് സഭകളോട് പറയുന്നുണ്ട്. പക്ഷേ ആരെയും പിണക്കാതിരിക്കാൻ വേണ്ടി ഇതെല്ലാം നമ്മൾ കണ്ടില്ലെന്ന് നടിച്ച് പോകുന്ന ഒരു രീതിയാണല്ലോ ഇന്ന് സഭകൾക്കുള്ളിൽ. ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ പെർഗമോസ്, തുയഥൈര സഭകളോട് വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ കൊടുത്ത മുന്നറിയിപ്പാണ്. ഈ കള്ളക്രിസ്തുവും കള്ളപ്രവാചകനും കള്ള അപ്പോസ്തലനും കള്ള ഉപദേഷ്ടാവും കള്ള സഹോദരന്മാരും ഒക്കെ സഭയ്ക്കകത്തു നിന്നാണ് ഉണ്ടാകുന്നതെന്ന് ഭയത്തോടെ നമ്മൾ ഓർക്കണം. പുറത്തുള്ളവരല്ലവർ. 2 പത്രോസ് 2 അപ്പോസ്തലൻ പറയുന്നത് കള്ളപ്രവാചകന്മാരും ജനത്തിനിടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. ഭയപ്പെടണമെന്ന് നീ പറഞ്ഞു ഞാൻ അതുകൊണ്ടാ. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും എന്നുകൂടെ അവിടെ അപ്പോസ്തലൻ മുന്നറിയിപ്പ് നൽകിയ. ഇവരാരെന്നാ പറഞ്ഞതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞവരാണിവർ. ഇവർ യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരായിരുന്നു, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ തങ്ങളെ രക്ഷിച്ച നാഥനെ തള്ളിപ്പറഞ്ഞവരാണിവര്. ഈ രക്ഷ നഷ്ടപ്പെടുകയില്ലെന്നൊക്കെ വിശ്വസിക്കുന്നവർ തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തിയ ഇവരെ കുറിച്ച് കുറച്ചുകൂടെ ഏറെ ഒന്ന് പഠിച്ചാൽ കൊള്ളാം. ഞാൻ അത്രയും പറഞ്ഞ ആ വിഷയത്തെ വിടുകയാണ്. ഇവർക്കും നല്ലൊരു പാസ്റ്റ് ഉണ്ടായിരുന്നവരാ, എന്നാൽ അനേകരെ വഴിതെറ്റിക്കുന്നവരാണ് ഇപ്പോൾ ഇവര്. വിശ്വാസികളെ വാണിഭമാക്കുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ, കൗശലവാക്ക് അതിനു വേണ്ടി ഉപയോഗിക്കുന്നവരാണെന്ന് അപ്പോസ്തലൻ അവിടെ പറയുക. പത്രോസ് അപ്പോസ്തലൻ ഈ കള്ള ഉപദേഷ്ടാക്കന്മാരുടെ ന്യായവിധിയെ ഉപമിച്ചിരിക്കുന്നത് പാപം ചെയ്ത് അന്ധതമസിന്റെ ചങ്ങലക്കിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ദൈവം ഏൽപ്പിച്ച ദൂതന്മാരോടാ. ഈ ദൂതന്മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നല്ല പാസ്റ്റ് ഉണ്ടായിരുന്നവരാ. അവരൊരിക്കൽ സ്വർഗീയ ജീവികളായിരുന്നു. അതുകൊണ്ട് ദൈവജനമേ, നമ്മൾക്ക് നല്ലൊരു പാസ്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് സ്വർഗത്തിലെത്താമെന്ന് ആരും കരുതരുതേ. വിളക്കിൽ എണ്ണയില്ലാതെ പോയ കന്യകമാർക്കും നല്ലൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ചുറ്റുമുള്ളവർക്കൊക്കെ വെളിച്ചം കാണിച്ചു കൊടുത്തവരാ അവര്. എന്നാൽ അവരുടെ അവസാനം എങ്ങനെയായിരുന്നുവെന്ന് മാത്യു 25 കർത്താവ് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. എന്തെല്ലാം ദുരുപദേശങ്ങളാണ് നമ്മുടെ ആത്മീയ ലോകത്ത് അരങ്ങേറുന്നത്. തിരുവചനത്തിൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന നമ്മുടെ ഒന്നും വിശ്വാസ ജീവിതത്തെ ഇതൊന്നും ബാധിക്കില്ലെങ്കിലും വളർന്നു വരുന്ന നമ്മുടെ തലമുറകൾക്ക് ഈ ദുരുപദേശങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയില്ലെങ്കിൽ അവരൊക്കെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പുതിയ നിയമത്തിലെ ലേഖനങ്ങളിലൂടെയൊക്കെ അപ്പോസ്തല പിതാക്കന്മാർ ചെയ്തത് ഇതായിരുന്നു. അന്നുണ്ടായിരുന്ന സഭകളിലെ പ്രശ്നങ്ങളെ അവർ തുറന്നു കാണിച്ച് അവരതിനെ ഡീൽ ചെയ്ത കാര്യങ്ങൾ ഈ ലേഖനങ്ങളിലൂടെയൊക്കെ ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളായി നമുക്ക് ലഭിച്ചതുകൊണ്ടാ അത്തരം ചതിക്കുഴിയിൽ നിന്ന് വീഴാതിരിക്കാൻ നമ്മൾക്ക് ഇന്ന് കഴിയുന്നതെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് തലമുറകളെ കുറിച്ചുള്ള ഒരു വലിയ ഉത്തരവാദിത്വം
ഈ കാലഘട്ടത്തിലെ ദുരുപദേശത്തെയൊക്കെ തുറന്നു കാണിച്ച് അതിനെതിരെ തലമുറകളെ ഗൈഡ് ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. തെസ്സലോനിക്ക സഭയിൽ ഉടലെടുത്ത ഒരു പ്രശ്നത്തെ കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട്, അവിടെ പൗലോസ് ആ പ്രശ്നത്തെ എങ്ങനെ ഡീൽ ചെയ്തെന്നൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ചിന്തകൾ അവസാനിപ്പിക്കാം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായിരുന്നു അതെന്ന് ഒന്നാം ലേഖനം തുറന്നു നോക്കിയാൽ മതി. അവിടെ ഒന്നാം ലേഖനം തുടങ്ങുമ്പോൾ അപ്പോസ്തലൻ പറയുന്നത് അവരുടെ വിശ്വാസത്തിന്റെ വേലയെക്കുറിച്ചാണ്. നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് പറയാൻ കാണും, പക്ഷേ അവരുടെ വിശ്വാസത്തിന്റെ വേലയെക്കുറിച്ച്, നമ്മുടെ പ്രയത്നങ്ങളെക്കുറിച്ച് പറയുവാൻ കാണും. എന്നാൽ അവിടെ തെസ്സലോനിക്കരുടെ സ്നേഹത്തിന്റെ പ്രയത്നത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് മാത്രമല്ല, അവരുടെ പ്രത്യാശയുടെ സ്ഥിരതയെക്കുറിച്ചും പൗലോസ് പ്രശംസിക്കുന്നുണ്ട്. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടിവിക്കുന്നവനായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുന്നവരായിരുന്നു അവരെന്ന് താൻ സാക്ഷ്യപ്പെടുത്തുന്നു. ചുറ്റുപാടുമുള്ള സഭകൾക്കെല്ലാം മാതൃകയായി തീർന്ന ഈ സഭയ്ക്കുള്ളിലും പ്രശ്നമുണ്ടായിരുന്നോ എന്ന് നമ്മൾക്ക് ആശ്ചര്യം തോന്നിയേക്കാം. അതും പോരാഞ്ഞിട്ട് കർത്താവിൻ്റെ വരവിങ്കിലെ മേഘപ്രത്യക്ഷതയെക്കുറിച്ച് ആദ്യമായി വെളിപ്പാട് ലഭിച്ച സഭയായിരുന്നു തെസ്സലോനിക്ക സഭ. ദൈവമക്കളുടെ ഭാഗ്യപ്രത്യാശയെക്കുറിച്ച് 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ നങ്കൂരമാണല്ലോ. എന്നാൽ രണ്ടാം ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കർത്താവ് മധ്യാകാശത്തിൽ വന്നേച്ചു പോയെന്നാണ് അവരുടെ ഇടയിലെ ചിന്ത. അവരിപ്പോൾ മഹോപദ്രവ കാലത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് അവരിൽ മിക്കവരും കരുതുന്നത്. അത് അവരുടെ പ്രത്യാശയെ ഇളക്കി മറിച്ചിട്ടുണ്ട്. ഒന്നാം ലേഖനത്തിൽ പൗലോസ് പഠിപ്പിച്ചതുപോലെ സഭയ്ക്ക് ഉൽപ്രാവണം സംഭവിച്ചപ്പോൾ അവരാരും കർത്താവിന്റെ മേഘപ്രത്യക്ഷതയിൽ എടുക്കപ്പെട്ടില്ലെന്നുള്ള ചിന്ത കാരണം അവരിൽ ചിലർ സുബോധം വിട്ടിളകുകയും ഞെട്ടിപ്പോവുകയും ചെയ്തിരിക്കുക. നമുക്ക് ആ ഒരു തോന്നൽ, അങ്ങനെ ഒരു സംഭവം നടന്നെന്ന് ഇന്നലെ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള മണിക്കൂറിൽ നടന്നെന്ന് കേട്ടാൽ നമ്മുടെ സ്ഥിതി അങ്ങനെ ആയിരിക്കുമല്ലോ. പൗലോസ് അവരെ പഠിപ്പിച്ചത് സഭ മഹോപദ്രവ കാലത്തിൽ കൂടി കടന്നു ഇല്ല എന്നുള്ളതാണെന്ന് അവരുടെ ഇപ്പോഴത്തെ ഈ മാനസികാവസ്ഥ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഒന്നാം ലേഖനം അതിൻ്റെ 5:4 ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ആരും ഇരുട്ടിലുള്ളവരല്ല എന്ന് പൗലോസ് പറഞ്ഞത് അവരിൽ ഇപ്പോൾ ഒരു മാറ്റൊലി പോലെ മുഴുകിക്കൊണ്ടിരിക്കുക. പൗലോസിൽ നിന്ന് അവർ മനസ്സിലാക്കിയത് തെറ്റിപ്പോയോ? സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകുമോ എന്ന ചോദ്യം അവരെ ആകെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. ഈ പോസ്റ്റ് ട്രിബുലേഷൻ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നവരിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തെസ്സലോനിക്കരുടെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിലൂടെ, അല്ലെ അതിന്റെ മറുപടിയിലൂടെ നിങ്ങളെ പോലെയുള്ളവർക്കുമുള്ള ഉത്തരം പൗലോസ് തരുന്നുണ്ട് എന്ന് അതുകൊണ്ട് നിങ്ങൾ ഈ ഭാഗം ശരിക്കും ശ്രദ്ധയോടെ വായിച്ച് പഠിക്കണമേ. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം. നമുക്ക് ആ മറുപടി ഒന്ന് ശ്രദ്ധിക്കാം. അതിൻ്റെ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞാൻ തന്നെ ഒന്ന് വായിക്കാം. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും വരുത്. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളുടെ ക്രമവും പ്രീ ട്രിബുലേഷൻ വീക്ഷണത്തെ
അനുകൂലിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് സഭ മഹോപദ്രവ കാലത്തിലൂടെ കടന്നു പോവുകയില്ല. അതിനു മുമ്പേ നാം ഇന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തിയതുപോലെ കാഹളം ധ്വനിക്കുകയും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്നവരായ നാം രൂപാന്തരം പ്രാപിച്ച് കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെടുകയും ചെയ്യുമെന്നാണ് ആ വാഗ്ദത്തം. 2-ാം വാക്യത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നുവെന്ന്. അത് ഒറിജിനൽ ഭാഷയിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയാൽ കർത്താവിന്റെ നാൾ വന്നുവെന്ന്, the day of the Lord had come, or the day of the Lord is present എന്നാണ് പരിഭാഷപ്പെടുത്തേണ്ടിയിരുന്നത്. അങ്ങനെ പറഞ്ഞ് ആരോ ഇവരെ ഏതോ വ്യാജാത്മാവിനാലോ വചനത്താലോ പൗലോസ് എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ ചതിച്ചിരിക്കുക. സഭയ്ക്കുള്ളിലെ ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച് ഞാൻ തുടക്കത്തിലെ നിങ്ങളോട് ഓർപ്പിച്ചല്ലോ. മത്തായി 24:24 വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളത്, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ തൻ്റെ വൃതന്മാരെയും തെറ്റിപ്പാനായി കഴിഞ്ഞില്ല, വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കണേ, വ്യാജമൊന്നുമല്ല, അടയാളങ്ങളും അത്ഭുതങ്ങളും തന്നെ അവർ കാണിക്കും. ദുരുപദേശങ്ങളുടെ ഈറ്റില്ലമായി നമ്മുടെ ബാംഗ്ലൂർ പട്ടണം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറയുമ്പോൾ ആത്മീയ തലത്തിൽ എടുക്കാവേ. ഏറ്റവും ഒടുവിലത്തെ അവരുടെ ഇറക്കുമതിയാണ് ലിക്വിഡ് ഫയർ. പിന്നെ എന്താ, മകുടി ഊത്തെന്ന് വിശേഷണം കൊടുത്തിരിക്കുന്ന കാഹളമൂതി. വെളിപ്പാട് പുസ്തകത്തിലെ 7 കാഹളങ്ങളെ ഊതുന്നത് ന്യായവിധിക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇവർ അനുഗ്രഹത്തിന്റെ കാഹളം, അത് അപ്പൊ തന്നെ അത് ട്വിസ്റ്റ് ചെയ്തു, വചനത്തെ ട്വിസ്റ്റ് ചെയ്ത് അത് അനുഗ്രഹമാക്കി മാറ്റി. അങ്ങനെ തെസ്സലോനിക്ക വിശ്വാസികളെ ചതിക്കാമെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, ഇക്കാലത്ത് വിശ്വാസികളായ നമ്മളെയൊക്കെ ഈ വ്യാജ ആത്മാക്കൾക്ക് വഞ്ചിക്കാൻ എത്ര എളുപ്പമായിരിക്കും. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ദുഷ്ടാത്മ സേനയുടെ വഞ്ചന ശക്തിയോടെ വ്യാപരിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. എന്നാൽ പൗലോസ് പറയുന്നത് അത് ചതിയാണെന്നാണ്. താൻ അവർക്ക് അങ്ങനെ ഒരു ലേഖനം എഴുതിയിട്ടില്ല. തൻ്റെ എല്ലാ ലേഖനങ്ങളും തിരിച്ചറിയാനുള്ള അടയാളവും എന്തെന്ന് പൗലോസ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ ലേഖനത്തില്. അവർ വിചാരിക്കുന്നത് പോലെ സഭയുടെ ഉൽപ്രാവണം നടക്കുകയോ മഹോപദ്രവകാലം തുടങ്ങിയോ ചെയ്തിട്ടില്ല എന്ന് പൗലോസ് ഇവിടെ തെളിയിക്കുക. 1-ാം വാക്യത്തില് 2:1 നമ്മൾ വരുമ്പോൾ കർത്താവിന്റെ മടങ്ങി വരവിന്റെ 2 ഘട്ടങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ദ സീക്വൻസ് ഓഫ് ഓർഡർ അതിവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2 ഘട്ടങ്ങളെ കുറിച്ച് പൗലോസ് ഇവിടെ സ്പെസിഫിക് ആയിട്ട് സംസാരിക്കുക. ഒന്ന്, കർത്താവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് താൻ പറയുന്നു. അത് അവന്റെ സഭയ്ക്കു വേണ്ടിയുള്ള കർത്താവിന്റെ മധ്യാകാശത്തിലെ വരവിനെ കുറിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ തെസ്സലോനിക്കർ ഈ ലേഖനത്തിലെ 4:16-17 വാക്യങ്ങളെ കുറിക്കുന്നതാണ്, ഉൽപ്രാപണത്തെ കുറിക്കുന്നതാണ്. രണ്ടാമത്, അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനത്തെ കുറിച്ച് പൗലോസ് പറയുന്നു. അത് കർത്താവ് തന്റെ സഭയ്ക്കൊപ്പം ലോകത്തെ ന്യായം വിധിക്കാൻ വരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ കാര്യം വെളിപ്പാട് പുസ്തകം 19:11 14-15 അധ്യായങ്ങളിലും 21-ാം അധ്യായത്തിലും നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവജനവുമായുള്ള ദൈവത്തിന്റെ സമാഗമനം അവിടെയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് 2-ാം വാക്യത്തില് കർത്താവിന്റെ നാളിനെ കുറിച്ചുള്ള അവരുടെ ആശങ്കയ്ക്കുള്ള മറുപടി നൽകിയ ദൈവദാസൻ. കർത്താവിന്റെ ദിവസം, ദ ഡേ ഓഫ് ദ ലോർഡ് എന്നത് പഴയ നിയമത്തിലും ന്യായവിധിയോടുള്ള ബന്ധത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അതിനെക്കുറിച്ചാണ് 1 തെസ്സലോനിക്കർ 5:2 തന്നെ താൻ പറഞ്ഞത്, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു. ഇത് ഒരു ദിവസമല്ല, ഞാൻ പറഞ്ഞ പോലെ ദൈവത്തിന്റെ ന്യായവിധിയുടെ, ദൈവജനത്തിന്റെ വിടുതലിന്റെയും സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാലഘട്ടമാണ്. മത്തായി 24 വിവരിച്ചിരിക്കുന്ന ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഗ്രേറ്റ് ട്രിബുലേഷന്റെ കാലത്തെക്കുറിച്ചാണ്
കർത്താവിൻ്റെ നാളെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ ടൈം ടേബിൾ പ്രകാരം കർത്താവിൻ്റെ നാൾ അഥവാ മഹോപദ്രവ കാലം തുടങ്ങുന്നത് രണ്ട് കാര്യങ്ങളോടെയാണ്. ഒന്നാമത് വിശ്വാസത്യാഗം സംഭവിക്കണം, രണ്ട് അധർമ്മമൂർത്തി വെളിപ്പെടണം. ഒന്നാം വാക്യത്തിൽ പറയുന്നത് പോലെ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ ദൈവസഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. ദൈവസഭയില്ലാത്ത ഒരു ലോകത്തിൽ വിശ്വാസത്യാഗം സംഭവിക്കുമെന്ന് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോ ഒക്കെ ഉണ്ടാകുന്ന ആരെങ്കിലും അവിടെയോ ഇവിടെയോ ത്യാഗം അല്ലെങ്കിൽ ഒരു വിശ്വാസത്യാഗം സംഭവിക്കുന്നതിനെ കുറിച്ചല്ല. ഇതൊരു ഫ്യൂച്ചർ ഇവന്റിനെ കുറിച്ച് പറയുമ്പോൾ ലോകത്തിൽ സംഭവിക്കാനിരിക്കുന്ന വിശ്വാസത്യാഗത്തെ കുറിച്ചാണ്. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നൊക്കെ പറഞ്ഞ് ഇതിനോട് ചേർത്ത് ചിന്തിക്കണം നമ്മൾ. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ടെങ്കിലും സഭയുടെ ഉത്പ്രാപണത്തോട് തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകുമ്പോൾ ഈ അധർമ്മത്തിന്റെ വ്യാപാരം അഴിച്ചുവിടപ്പെടുകയാ. പിന്നെ ഇവിടെ തടുക്കുന്നവൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ഉദ്ദേശിച്ച, ദൈവസഭയിൽ നിന്ന് പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഉദ്ദേശിച്ച്. അതുകൊണ്ട് സഭ മാറ്റപ്പെടുന്നതോടെ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. നിങ്ങളിത് ശ്രദ്ധിക്കണമേ. പരിശുദ്ധാത്മാവ് ലോകത്തിൽ നിന്ന് മാറിപ്പോകുമെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. ദൈവസഭയോടുള്ള ബന്ധത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം മാത്രമാണ് സഭയോടൊപ്പം നീങ്ങിപ്പോകുന്നത്. പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആദിയും അന്തവുമില്ലാത്ത സർവവ്യാപിയായ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം ഒരിടത്തും ഒരിക്കലും ഇല്ലാതെയാകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകുമ്പോൾ സാത്താന്റെ രാജ്യം അതിന്റെ ശക്തിയോടെ ഭൂമിയിൽ വെളിപ്പെടുകയാണ്. അധർമ്മത്തിന്റെ വ്യാപാരം കൊണ്ട് ഭൂമി നിറയും. അപ്പോൾ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെട്ട് വരും. ഈ വേദപുസ്തക ഭാഷയില് വെളിപ്പെട്ട് വരിക എന്നൊക്കെ പറയുന്നത് മറഞ്ഞു കിടന്ന ഒരു മർമ്മം അത് വെളിപ്പെടുന്നത് പോലെ തന്നെയാണ് ഇവന് വെളിപ്പെട്ട് വരുന്നത്. കാത്തിരുന്ന തന്റെ വിശുദ്ധന്മാർക്കായി കാഹളനാദത്തോടെ കർത്താവിന്റെ പ്രത്യക്ഷത മധ്യാകാശത്തിൽ ഉണ്ടാകുമ്പോൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് എല്ലാവർക്കും വേണ്ടി വ്യാജ മസിഹായുടെ പ്രത്യക്ഷത ഭൂമിയിൽ നടക്കുകയപ്പോൾ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടി ആയിരിക്കുമെന്ന് ഈ അധ്യായം 9-ാം വാക്യത്തില് പുസ്തകം പറയുന്നുണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ വാസ്തവത്തിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് തന്നെ നമ്മൾ പോകണം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ വായിക്കണം. 6:1 കുഞ്ഞാട് തൻ്റെ കയ്യിലിരിക്കുന്ന മുദ്രകളിൽ നിന്ന് പൊട്ടിക്കുമ്പോൾ സമാധാനത്തിന്റെ പ്രഭുവിനെ പോലെ ഒരു വെള്ള കുതിരപ്പുറത്തിരുന്നു കൊണ്ടാണ് ഈ അധർമ്മമൂർത്തിയുടെ പുറപ്പാടെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. തൊട്ടടുത്ത മുദ്രകൾ ഓരോന്ന് പൊട്ടിക്കുമ്പോൾ ചുവപ്പ്, കറുപ്പ്, മഞ്ഞ നിറത്തിലുള്ള കുതിരകളുടെ പുറത്താണ് പിന്നെ അവനെ കാണുന്നത്. കാരണം ക്രമേണ ഗ്രാജുവലായിട്ട് അവന്റെ തനിനിറം ലോകത്തിന് വെളിപ്പെടുത്തുകയായി. ഈ നിറമാറ്റത്തിലൂടെ സത്യത്തെ വിശ്വസിക്കാതെ അനീതി രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയിരിക്കുകയാണ്. വളരെ വൈകാതെ നമ്മൾ അവനെ കാണുന്നത് ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയായിട്ടാണ്. ദൈവത്തിന്റെ ന്യായവിധിയുടെ ക്രോധകലശം ചൊരിയപ്പെടുന്ന ഗ്രേറ്റ് ട്രിബുലേഷൻ ഈ അവസാന കാലഘട്ടത്തിലാണ് നടക്കാൻ പോകുന്നത്. വെളിപ്പാട് 13 മുതൽ 20 വരെയും അതിനിടയിൽ ചില സഭയോടുള്ള ബന്ധത്തിൽ 19-ാം അധ്യായത്തിലും 20-ലുമൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോഴും ആ 20 വരെയും സാത്താന്യ തൃത്വത്തിലെ സാത്താനും മൃഗവും കള്ളപ്രവാചകനും അവരുടെ ശക്തിയോടെ വെളിപ്പെടുന്നതും കുഞ്ഞാട് തന്റെ വായിലെ മൂർച്ചയേറിയ വാളുകൊണ്ട് യുദ്ധം ചെയ്ത് അവരെ പിടിച്ചുകെട്ടി ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ എറിഞ്ഞു കളയുന്നതുമെല്ലാം നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ അപ്പോസ്തലൻ അവരോട് പറയുന്നത്.
കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കുമെന്ന് പൗലോസ് പറയുകയാണ്. കർത്താവിൻ്റെ നാളിനെ കുറിച്ച് വിശദീകരിച്ച ശേഷം പൗലോസ് തെസ്സലോനിക്കരോട് പറയാനുള്ളത്, സഹോദരന്മാരെ, നിങ്ങൾ മഹോപദ്രവ കാലത്തിലല്ല ജീവിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന ആ നാളിലേക്കല്ല. 14-ാം വാക്യത്തിൽ പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ വിളിച്ചത്. നമ്മളടക്കം ലോകത്തെമ്പാടുമുള്ള തൻ്റെ ജനത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ മഹോപദ്രവത്തിൽ കൂടെ പോകാനല്ല, പിന്നെയോ യേശുവിൻ്റെ മഹത്വം പ്രാപിക്കാനാണ്. പ്രിയമുള്ളവരെ, ഈ പീഡനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളും തെറ്റിദ്ധരിച്ചു പോകാനൊരു സാധ്യതയുണ്ട്. മഹോപദ്രവം ദൈവമക്കൾക്കുമില്ലേ, പിന്നെന്തുകൊണ്ടാണ് 1-ാം നൂറ്റാണ്ടിൽ തൊട്ടുള്ള ഈ പീഡനമെന്ന്? നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. ഇവിടെ ഈ ദൈവസഭയോടുള്ള ബന്ധത്തിൽ നടക്കുന്നത് മനുഷ്യരും തമ്മിലുള്ള പീഡനമാണ്. മനുഷ്യരാണ് ഇവിടെ നമ്മളെ പീഡിപ്പിക്കുന്നത്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അന്ധകാര ലോകത്തിന്റെ ദുഷ്ടാത്മ ശക്തികളാണെന്ന് നമുക്കറിയാമെങ്കിലും മനുഷ്യനാണ് ക്രൂരമായി ദൈവസഭയോടും ദൈവജനത്തോടും ചരിത്രത്തിലുടനീളം പെരുമാറുന്നതെങ്കിൽ മഹോപദ്രവ കാലത്തിൽ ദൈവത്തെ തള്ളിക്കളഞ്ഞവരുടെ മേൽ, ജാതികളുടെ മേൽ, തള്ളിക്കളഞ്ഞ യഹൂദന്മാരുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധിയാണ് നടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിന്റെ ഏജന്റായി പ്രവർത്തിച്ച ഈ സാത്താനെയും അന്ത്യക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ഒക്കെ ന്യായം വിധിക്കുന്ന രംഗങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ഉറച്ച് വിശ്വസിക്കണം, ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് റോമാലേഖനം നമ്മളോട് പറയുന്നു. നമ്മൾ ഈ തെസ്സലോനിക്കർ തന്നെ അതിന്റെ 1:10 നമ്മൾ അവരുടെ പ്രത്യാശ തന്നെ പറഞ്ഞിരിക്കുന്നതാണല്ലോ, കർത്താവ് വരുന്ന ആ ശിക്ഷാവിധിയിൽ നിന്ന് അവരെ യേശുക്രിസ്തുവിന്റെ കൃപയാൽ അവൻ വെളിപ്പെടുമ്പോൾ അവരെ വിടുവിക്കുമെന്നുള്ള ഒരു കാത്തിരിപ്പാണ് ദൈവസഭകൾക്കുള്ളത്. വരും ദിവസങ്ങളിൽ ആ നല്ല നാളിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. പൗലോസ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തില് അവരോട് പറയുന്നതും ഇങ്ങനെയാണ്, എന്നാൽ അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉറുക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യാം. ഈ പ്രത്യാശ കൊണ്ട് നമുക്ക് ബലപ്പെടാം. നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ, കൂടെയുള്ളവരെ നമുക്ക് ഈ ധൈര്യം കൊടുത്തുറപ്പിക്കാം. ദൈവമായ കർത്താവ് വരും ദിവസങ്ങളിലും പ്രത്യാശയോടെ കർത്താവിന്റെ നാളിനെ നോക്കി പാർക്കുവാൻ നമ്മളെ ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ ഈ ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് us all. താങ്ക് യു. അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ച് തന്റെ മാറോടണച്ചിടുമേ. അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ചു തന്റെ മാറോടണച്ചിടുമേ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്ഥലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്ഥലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. കൺകൾ കോപിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, നാഥ നിന്നുടെ വരവിനായി. കൺകൾ കോപിച്ചിടും, ഉള്ളം തുടിച്ചിടുന്നേ, നാഥ നിന്നുടെ വരവിനായി. പാരിൽ കഷ്ടതകൾ ഏറും ദിനം തോമേ, കാന്താവേഗം നീ വന്നിടണേ. പാരിൽ
സന്തോഷമേ. ഈ പാർത്ഥലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്ഥലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്ഥലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ.